നമ്മൾ ഓരോരുത്തരുടെയും പ്രൊഡക്റ്റും സർവീസും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയാം. 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ റിയാക്റ്റീവ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് മാർക്കറ്റിംഗ്. ഈ 3 മാർക്കറ്റിംഗിൽ ഏത് രീതിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. സോ റിയാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മളൊരു ഇഫേർട്ട് ഒന്നും ഇടുന്നില്ല. നമ്മളൊരു ഷോപ്പ് തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി അത് അവിടെ ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ റിയാക്റ്റീവ് മാർക്കറ്റിംഗ്. ആളുകൾ വരുന്നു, പർച്ചേസ് ചെയ്യുന്നു, പോകുന്നു. പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഇന്റൻഷ്യലി ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, എന്തെങ്കിലും ആഡ് റൺ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റർ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയും. നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയും. മൂന്നാമത്തെ കാര്യം ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ബ്രാൻഡോ അല്ലെങ്കിൽ നമ്മുടെ സർവീസോ ചൂസ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് തിരഞ്ഞു വരുന്നതിന്റെ ഒരു രീതിയാണ്. സോ നമ്മൾ ഇതിൽ ഏത് രീതികളിലും ഏതാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ക്രിയേറ്റീവ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഈ 3 മാർക്കറ്റിംഗ് രീതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും ഓരോ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ മുസർ.